ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മത്തിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, വേഗം കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ അത് അങ്ങനെ ഞാനൊരു കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് ഇത് കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ. ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, കറിക്ക് ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇനി ഞാനൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളകും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് തന്നെ ഇഞ്ചിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, ഞാൻ ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ നമുക്കിതൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മസാലപ്പൊടികളാണ്. ഞാനിതാ ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മീൻ മസാലൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ജീരകം പൊടിച്ചത് കേട്ടോ. ഒരു 1/4 സ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ മുളക് പൊടി ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതല്ല കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ മുളക് പൊടി ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. പുളി ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ പുളിവെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കഴിയണത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, അതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ അതങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. കഴിയണതും മത്തി നെയ്യില്ല മീൻ തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് അതൊരു കറി വെച്ചാലൊക്കെ നമുക്കൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഞാൻ മീനും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒറ്റ ഫിസിലടിച്ചാൽ മതി കേട്ടോ. ഒരു ഫിസിലടിക്കുന്നത് വരെ നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മുടെ മീൻ ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഉപയോഗിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.